ഇത് ട്രാൻസ് പേഴ്സൺ ആണോ എന്നൊരു സംശയം മനസ്സിലോട്ട് വരാം. അതെന്താ അങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് വരുന്ന ട്രാൻസ് വുമനാണ്. അതായത് പീപ്പിൾ വോണ്ട് ടു ചേഞ്ച് ഫ്രം മെയിൽ ടു ഫീമെയിൽസ്. ഇറ്റ് ഈസ് നോട്ട് എ കോസ്മെറ്റിക് സർജറി, ഇറ്റ് ഈസ് എ റീകൺസ്ട്രക്റ്റീവ് സർജറി. പ്രോപ്പറായിട്ട് ചെയ്യാൻ വെച്ചാൽ ആ യൂറിൻ്റെ ഒരു പ്രോബ്ലം ഒന്നും ഒരിക്കലും വരില്ല. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു സംതൃപ്തിയാണ് ഒരു ട്രാൻസ് പേഴ്സണെ സംബന്ധിച്ചോളം അവരുടെ ജെൻഡർ എഫർമേഷൻ പ്രോസസ്സിൽ. അതുപോലെ ബ്രസ്റ്റ് ഇംപ്ലാന്റേഷനും അതുപോലെ സൈസ് കൂടുതലുള്ളത് ചിലപ്പം കുറയ്ക്കൽ, റെഡ്യൂസ് ചെയ്യൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അതിൻ്റെയും ഒരു ഞാൻ ചോദിക്കുന്നത് ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ട് രണ്ട് മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഫാറ്റ് ഇഞ്ചെക്ഷൻ ചെയ്യും. ഇപ്പോൾ ആൾക്ക് വേറെ സ്ഥലത്തൊക്കെ ഫാറ്റ് കൂടുതലുണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ നമുക്ക് കോൺടൂറിങ് ചെയ്യാം, അവിടെ സൈസ് കുറച്ച് കോൺടൂറിങ് ചെയ്യാം. ആ സെയിം ഫാറ്റ് യു കെൻ യൂസ് ഫോർ ബ്രസ്റ്റ് ഫോർ ഇൻക്രീസിങ് ദ സൈസ് ഓഫ് ബ്രസ്റ്റ്. സോ ദാറ്റ് ഈസ് വൺ സിമ്പിൾ വേ ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. രണ്ടാമത് ബ്രസ്റ്റ് ഇത് ചെയ്യുന്ന സമയത്തും ഒരു സെർട്ടൺ ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മസിലുണ്ട്, ബ്രസ്റ്റിൻ്റെ അടിയിൽ മസിലുണ്ട്, മസിലിൻ്റെ അടിയിൽ വയ്ക്കാം, മസിലിൻ്റെ അകത്ത് വയ്ക്കാം, ഗ്ലാൻഡിൻ്റെ താഴ്ഭാഗത്ത് വയ്ക്കാം. ഗ്ലാൻഡിൻ്റെ അകത്തോട്ട് അത്ര അധികം വയ്ക്കാൻ പറ്റില്ല, ഗ്ലാൻഡിൻ്റെ മുകളിലോട്ട് വയ്ക്കാം. അപ്പോൾ അങ്ങനെയാണ് ബ്രസ്റ്റിൽ ഫാറ്റ് ഇഞ്ചെക്ഷൻ ചെയ്യുന്നത്. ബട്ട് ഒരു സെർട്ടൺ വോള്യൂമിനെക്കാട്ടും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആൻഡ് യു മൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30% ലോസ് വരും. ഓവർ 3 months ഒരു 30% ലോസ് വരും. അപ്പോൾ ഇഫ് യു വോണ്ട് ടു ഡു very large size or bigger size, you might have to do multiple sittings, or simpler thing is you go and get a implanted, because implanter one time procedure ആണ്. അപ്പോൾ അത് ഇട്ടെന്ന് വെച്ചാൽ നമ്മൾ യു കാൽക്കുലേറ്റ് ഹൗ മച്ച് വോള്യൂം യു വോണ്ട്, അതനുസരിച്ച് യു കെൻ ഡു ദിസ് വൺ. അപ്പോൾ അത് ജസ്റ്റ് ഓഗ്മെൻറ്റേഷൻ മാത്രമാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഓഗ്മെൻറ്റേഷൻ മാത്രമായിരിക്കില്ല, അവർ ബ്രസ്റ്റും കുറച്ച് ഹാങ്ങിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മാസ്റ്റോപെക്സി, ഓഗ്മെൻറ്റേഷൻ മാസ്റ്റോപെക്സി എന്ന് പറയും. അതായത് ബ്രസ്റ്റിനെ ലിഫ്റ്റും ചെയ്യും, അതിൻ്റെ കൂടെ വോള്യൂമൈസും കൂടി ചെയ്യും. മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇതുണ്ട്. പിന്നെ അത് സിലിക്കൺ ഇംപ്ലാന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില കൺഫ്യൂഷൻസ് ഒക്കെ ഇപ്പോഴല്ല, മുമ്പൊക്കെ അത് ഡേഞ്ചറസ് ആണ്, അപകടകരമാണ്, അങ്ങനെയൊക്കെ ഉണ്ടോ? പണ്ടത്തെ ഇംപ്ലാൻസ് ഒക്കെ പല ഇഷ്യൂസ് ഉണ്ട്. പണ്ടത്തെ ഇംപ്ലാൻസ് ആക്ച്വലി പറഞ്ഞതെന്ന് വെച്ചാൽ ഇംപ്ലാന്റിൽ വീപ്പിംഗ് ഓഫ് സിലിക്കോൺ ഒക്കെ നിൽക്കുന്നത്. ഇതൊക്കെ 30-40 years ബാക്കത്തെ സ്റ്റോറി ആട്ടോ. അപ്പോൾ ആ സിലിക്കോൺ മെല്ലെ ആ ഇംപ്ലാന്റിൽ നിന്ന് പുറത്തോട്ട് വരും. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ എങ്ങാനും ഒരു ഇഞ്ചുറി പറ്റിയെന്ന് വെച്ചാൽ ആ സിലിക്കോൺ ലിക്വിഡ് സിലിക്കോൺ ആണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇറ്റ് ക്യാൻ ഗോ ഇൻ ബിറ്റ്വീൻ ടിഷ്യൂസ് ആൻഡ് കോസ് പ്രോബ്ലംസ്. ഓക്കെ, വേഴ്സ്റ്റ് കേസ് സിനാരിയോസ് ഒരു ടൈപ്പ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, LCL എന്നിട്ടൊരു ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ബട്ട് ഇപ്പോഴത്തെ സിലിക്കോൺ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഇപ്പം നമുക്ക് ആ സോഫ്റ്റ് സിലിക്കോൺ ഇംപ്ലാന്റ് നമ്മൾ കട്ട് ചെയ്താലും അത് ലീക്കായി വരില്ല. അതാണ്. പിന്നെ അതിൻ്റെ സർഫസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മൈക്രോ ടെക്സ്ചർ ഉണ്ട്, സ്മൂത്ത് ഇംപ്ലാന്റ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇപ്പം മെയിൻലി സിലിക്കോൺ ബേസ്ഡ് ഇംപ്ലാന്റ്സ് ആണ് പോപ്പുലർ. ഇടയ്ക്ക് പോളിയൂറത്തിൻ ഇംപ്ലാന്റ്സ് ഉണ്ടായിരുന്നു, ബട്ട് അത് വലിയ ഇന്ത്യയിൽ എസ്പെഷ്യലി ഭയങ്കര പോപ്പുലർ അല്ല. ഇന്ത്യയിൽ അത് കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് മെയിൻലി സിലിക്കോൺ ഇംപ്ലാന്റ്സ് ആണ്. യു ഹാവ് യുവർ 5th generation ഇംപ്ലാന്റ്സ് നോ. 5th generation ഇംപ്ലാന്റ്സ് ആർ എക്സ്ട്രീംലി ഗുഡ്. അത് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ആയിരിക്കും. യു വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇംപ്ലാന്റ് ആണെന്ന് മനസ്സിലാവുന്നത്. ഫീൽ ചെയ്താലും യു വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, ഇപ്പോൾ അതായത് ഇപ്പം നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൂക്കിൻ്റെ കാര്യം മുതൽ ഇതെല്ലാം ഈ മിനിമലി ഇൻവേസീവ് എന്ന് പറയുന്ന രീതിയിലാണ് എല്ലാം ചെയ്യുന്നത്. അതായത് ഒരു സ്കാറോ അങ്ങനെ ഒന്നും തന്നെ കാണാത്ത രീതിയിലാണ് അല്ലേ? അതാണല്ലോ അതിൻ്റെ ഒരു എസ്തെറ്റിക്. ബ്രസ്റ്റ് ഇംപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും സ്കാർ കാണും. പക്ഷേ ദ തിങ് ഇസ് ദറ്റ് എന്ത് സർജറി ചെയ്യാന്ന് വെച്ചാലും ഇഫ് യുവർ ഇൻസിഷൻ ഗോസ് ബിലോ ദ ഡെർമിസ്, അതായത് തൊലിയുടെ നമുക്ക് എപ്പിഡെർമിസും ഡെർമിസ് ഉണ്ട്, ഡെർമിസിൻ്റെ താഴത്തോട്ട് പോയി എന്ന് വെച്ചാൽ സ്കാർ ഉണ്ടായിരിക്കും. ഒരു പ്ലാസ്റ്റിക് സർജൻ ചെയ്താലും സ്കാർ ഉണ്ടാവും, ഒരു ജനറൽ സർജൻ ചെയ്താലും സ്കാർ ഉണ്ടാവും, ഓർത്തോപെഡിഷൻ ചെയ്താലും സ്കാർ ഉണ്ടാവും. പക്ഷേ പ്ലാസ്റ്റിക് സർജൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്കാറിനെ ഒളിപ്പിച്ച് വയ്ക്കും. അപ്പോൾ നമ്മൾ ചെയ്താലും അതൊക്കെ തന്നെയുണ്ട്, പക്ഷേ ഇവരെ ഒളിപ്പിച്ച് വെക്കാൻ ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിനെ ഒളിപ്പിച്ച് വെക്കലാണ് നമ്മുടെ ഇത്. അപ്പോൾ ഒളിപ്പിച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ ഇൻ്റർഫേസസ്. ഇപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ നിപ്പിളിൻ്റെ ചുറ്റും ഏരിയോള എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, ഏരിയോള കഴിഞ്ഞിട്ട് സ്കിന്നാണുള്ളത്. അപ്പോൾ ദർ ഇസ് എ ഇൻ്റർഫേസ്, ഒരു ഡാർക്ക് ഒരു കളറും ഒരു ലൈറ്റ് കളറും ഒരു ഇൻ്റർഫേസ് ഉണ്ട്. അപ്പോൾ ഇൻ്റർഫേസിൽ ഞാനൊരു ഇൻസെഷൻ ഇട്ട് ഞാൻ അതിനകത്ത് കൂടെ എന്ത് സാധനം വെക്കുകയാണെന്ന് വെച്ചാലും അതിൻ്റെ സ്കാർ വന്നാൽ ഇൽ നോട്ട് ബി വിസിബിൾ. കാര്യം വെച്ചാൽ കറക്റ്റ് ആ ചേഞ്ചിൽ ഇതാവും. അതുമാതിരി തന്നെ ഈ ഫേസ് ലിഫ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫേസ് ലിഫ്റ്റ് ജസ്റ്റ് ചെവിയുടെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടാണ് ചെവിയുടെ ബാക്കിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ഉണ്ട്, അതായത് ഇങ്ങോട്ട് നിൽക്കുന്ന ചെവിയും ഇവിടെ ഫ്ലാറ്റായി നിൽക്കുന്ന സാധനത്തിന് ഇൻ്റർഫേസിൽ ഒരു ഇൻസെഷൻ വന്നാൽ നോട്ടിസബിൾ ആയിരിക്കില്ല. സിമിലർലി ബ്രസ്റ്റിൻ്റെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബ്രസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്യുന്ന സമയം ഇൻഫ്രാമാമറി ഫോൾഡ് എന്ന് പറയുന്നത്, ആ ഫോൾഡിൽ കറക്റ്റായിട്ട് ഇൻസെഷൻ ഇട്ടാലും അത് കാണുന്നുണ്ടാവില്ല. ഓവർ ടൈം വിൽ നോട്ട് ബി സീൻ. സോ അതാണ് നമ്മളുടെ ട്രിക്ക് ഓഫ് ദ ട്രെയിൻ.
ഡോക്ടർ, ഇപ്പോൾ ഈ ടമ്മി ടക്സും ഇതുപോലെ തന്നെ വളരെ ഫെമിലർ കോമൺ ആണെന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെ ആണോ അത്? ഭയങ്കര കോമൺ ആണ് അത്. ഈ പറഞ്ഞ പോലെ ആരോഗ്യപരമായും സൗന്ദര്യപരമായും രണ്ട് രീതിയിലും ആണോ അതിനെ ആൾക്കാർ കാണുന്നത്? അതായത് രണ്ട് തരത്തിലും ആളുകൾ ആവശ്യപ്പെടുന്നുണ്ടോ? രണ്ട് തരത്തിലും ആൾക്കാർ ആവശ്യപ്പെടുന്നത്. അതായത് പണ്ട് നമുക്കിപ്പം ഒരു ഹെർണിയ ഉണ്ട്, ഒരു വെൻട്രൽ ഹെർണിയ, ഒരു അംബ്ലിക്കൽ ഹെർണിയ, പൊക്കിളുടെ ഹെർണിയാന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, ആ പൊക്കിളുടെ ഹെർണിയിൽ ഒരു ഇൻസിഷൻ ഇട്ടിട്ട് ഇങ്ങനെയല്ല വെർട്ടിക്കലി ഇൻസിഷൻ ഇട്ടിട്ട് അത് ചെയ്യും. പക്ഷേ അത് എപ്പോഴും ആ സ്കാർ അവിടെ വിസിബിൾ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അബ്ഡോമിനോപ്ലാസ്റ്റി ഇൻസിഷനിൽ കൂടിയാണ്. അതായത് നമ്മൾ സിസേറിയനൊക്കെ ചെയ്യുമ്പോൾ അടിവയറ്റിലൊരു ഇതുണ്ടല്ലോ, അവിടെ ഇൻസിഷൻ ഇട്ട് ഈ ഫുൾ സാധനത്തിന് ലിഫ്റ്റ് ചെയ്യും. എന്നിട്ട് വാട്ട് എവർ ഹേർണിയായി റിപ്പയർ യു വോണ്ട് യു ക്യാൻ റിപ്പയർ ദാറ്റ്. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ കൂടെ നമുക്ക് ടമ്മി ഒന്ന് ടൈറ്റൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മേൾ വരെ പോയി ഈ സിഫിസ്റ്റോണോ, അതായത് നമ്മളുടെ കോസ്റ്റൽ കാർട്ടിലേജസിൻ്റെ അവിടെ വരെ പോയി എന്നിട്ട് അതിനെ ടൈറ്റൻ ചെയ്ത് താഴത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ അതിനകത്ത് ടൈറ്റനിങ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ ടൈറ്റൻ ചെയ്യാം. ഒരു ടൈറ്റനിങ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ സൈഡ് വേസ് ഇങ്ങനെ ടൈറ്റൻ ചെയ്ത് കൊണ്ടുവരാം. പിന്നെ ഒന്നെന്ന് വെച്ചാൽ ഇങ്ങനെയും ചെയ്യാം, സ്പ്രിങ് സൂച്ചേഴ്സ് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അതിനകത്ത് ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരെ നോക്കിയെന്ന് വെച്ചാൽ ഈ പൊക്കിളിൻ്റെ മേളത്തെ ഭാഗം ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് അതിനകത്ത് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവിടെ ലെങ്ത്തും കൂടുതലാണ്, ഇവിടുത്തെ വിഡ്ത്തും കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾക്ക് സ്പ്രിങ് സൂച്ചേഴ്സ് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇതും കുറയും. ആൻഡ് ഈ പൊക്കിൾ നമ്മൾ കുറേ കൂടി മുകളിലോട്ട് വരും, ഇറ്റ് ലുക്ക് മോർ പ്ലീസിങ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ റിപ്പയർസ് ഹേർണിയാസ് വെച്ചാൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. വൈ ഷുഡ് ഇറ്റ് ബി ഡൺ ലൈക്ക് ദാറ്റ്? വൈ ഡോണ്ട് യു ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്? ഇറ്റ് ഇസ് മോർ ലുക്കിംഗ് മോർ ബ്യൂട്ടിഫുൾ. ഇറ്റ് വിൽ മേക്ക് യുവർ അബ്ഡോമൻ ലുക്ക് മച്ച് ബെറ്റർ. സോ യു ക്യാൻ ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇവിടെ എങ്ങനെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ അതും വേണമെങ്കിൽ ചെയ്യാം. മെഷ് വെക്കണമെന്ന് വെച്ചാൽ മെഷ് വയ്ക്കാം. മെഷ് അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് കോസ്മെറ്റിക് റീസണിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. കോസ്മെറ്റിക് റീസണിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് മെയിൻലി നമ്മൾ ആക്ച്വലി ലൈപ്പോ അബ്ഡോമിനോപ്ലാസ്റ്റിയാണ് ചെയ്യുന്നത്. ടമ്മി ടക്കിൻ്റെ വേറൊരു പേരാണ് അബ്ഡോമിനോപ്ലാസ്റ്റി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ലൈപ്പോ അബ്ഡോമിനോപ്ലാസ്റ്റിയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരാൾ വന്നിട്ട് പറയും, ഡോക്ടറെ എൻ്റെ ഈ അടിവയറ് ഒന്ന് ശരിയാക്കി തരാമെന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്നത് വെച്ചാൽ യു ആർ സീയിങ് ദറ്റ് ഹോൾ റീജൻ. അതായത് ഫ്രണ്ട് മാത്രമല്ല, ബാക്ക് നോക്കണം. 360 ഡിഗ്രീസ് നമ്മൾ നോക്കണം. ഓക്കെ. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് ബാക്കിൽ മിക്കവാറും ആൾക്കാർക്ക് ബാക്കിൽ ലൈപ്പോസക്ഷൻ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ബ്രാ റോൾസ് ഉണ്ടായിരിക്കും, താഴത്ത് കുറച്ച് എഡീഷണൽ ഫാറ്റും കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്ത് ബാക്കും നമ്മൾ ആ ഒരു ബാക്കിൽ ലംബാർ ലോർഡോസിസ് മാതിരി ഒരു കർവച്ചർ വന്ന് ബട്ടക്സിലോട്ട് പോകുന്ന രീതിയിൽ അവിടെയും നമ്മൾ ഫസ്റ്റ് ലൈപ്പോസക്ഷൻ ചെയ്ത് എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് ചെയ്താലാണ് അതൊരു ഒരു നാച്ചുറൽ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് അബ്ഡോമനായി മാറുള്ളൂ. കാരണം യു വാണ്ട് ദ ഹോൾ അബ്ഡോമൻ, നോട്ട് ജസ്റ്റ് ബാക്ക് മാത്രമല്ല, ജസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല നമുക്ക് വേണ്ട. സോ ദാറ്റ് ഈസ് അനദർ വേ ഓഫ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ അതിനകത്ത് എപ്പോഴും നമ്മൾ ലൈപ്പോസക്ഷൻ ആഡ് ചെയ്യും രണ്ട് കാര്യത്തിന് വേണ്ടി. സോ ദാറ്റ് ഈ നമ്മളെ ഈ മേളത്തെ ഫ്ലാപ്പ് ഉണ്ടല്ലോ, ഇറ്റ് ഷുഡ് കം ഡൗൺ ഈസിലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പൊക്കിളുടെ താഴത്തെ തൊലിയും കൊഴുപ്പും എല്ലാം എടുത്ത് കളയുന്നുണ്ട്. എന്നിട്ട് പൊക്കിളുടെ മേളിലുള്ള സാധനം താഴത്തോട്ട് വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ വലിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എഡീഷണൽ ഫാറ്റ് എടുത്ത് കളയണം. അപ്പോൾ അങ്ങനെയാണ് അത് ഇവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ നമ്മൾ വി ഗോ സ്റ്റിൽ ഫെർദർ. അതിനകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ സെൻറ്റർ പോർഷൻ നന്നായിട്ട് കൂടുതലെടുക്കും, സൈഡിൽ നന്നായിട്ട് എടുക്കും. അതൊക്കെ ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് നല്ലൊരു ചിസൽ ലുക്കായിരിക്കും. നമുക്ക് ഇപ്പോൾ ഈ ഒരു 6 പാക്ക് മാതിരിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ആക്കണം വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ആക്കാം. അല്ലെങ്കിൽ അത്രയും വേണ്ട, ജസ്റ്റ് ആ ഒരു ഷേപ്സ് ആക്കി എടുക്കാൻ പറ്റും. അടുത്ത ലെവൽ പോകാമെന്ന് വെച്ചാൽ ചില ഏരിയയിൽ ഇപ്പോൾ ഹിപ്പ് ഡിപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ ഹിപ്പിൻ്റെ അവിടെ താഴത്തൊരു കുഴി ഉണ്ടാവും, മിക്കവാറും ആൾക്കാർക്കുണ്ടാവും ആ ഒരു കുഴി ഉണ്ടാവും. പക്ഷേ നമുക്ക് ലേഡീസിന് ആ കുഴി ഒന്ന് ഫില്ല് ചെയ്താൽ മൊത്തമായിട്ട് നോക്കുന്ന സൈഡിൽ നോക്കുന്ന സമയത്ത് നല്ല ഷേപ്പ് വരാന്ന് വെച്ചാൽ ദാറ്റ് ലുക്സ് ദ ബെസ്റ്റ്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ? ഇതെല്ലാം ചെയ്യുന്നത്. സോ തിങ് ഇസ് അവയർനെസ് കൊടുക്കാന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾ എന്തായാലും ഫാറ്റ് എടുക്കുന്നുണ്ട്. വാട്ട് ടു ഡു? യു വോണ്ട് മീ ടു പുട്ട് ഇറ്റ് ഹിയർ, ഇടാം. ചില ആൾക്കാർ എനിക്ക് ബട്ടിലിട്ടരണം, എനിക്കല്ല ബ്രസ്റ്റിലിട്ടരണം. ദാറ്റ് ഇസ് ഓൾസോ പോസിബിൾ. വേറെ യു വോണ്ട് യു ക്യാൻ പുട്ട്. ഉള്ളിൽ ആ ഫാറ്റിനെ നമ്മളൊന്ന് ജസ്റ്റ് ഫിൽട്ടർ ചെയ്ത് ആണ് ചെയ്യുന്നത്. കുറേ അതിനകത്ത് കുറേ ഫൈബ്രസ് ടിഷ്യൂവും കാര്യങ്ങളും യു ഗെറ്റ് ദാറ്റ് റിമൂവ് ആൻഡ് ദെൻ യു ക്യാൻ ആക്ച്വലി യൂസ് ഇറ്റ്. നമ്മൾക്ക് അത്ര കണ്ട് ധാരണ ഇല്ലാത്തത് കൊണ്ട് നമുക്കിതൊക്കെ ഒരു പുതിയ സംഭവമായിട്ട് തോന്നുന്നതായിരിക്കും. പക്ഷെ ധാരാളം ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളത് ശരിക്കും ഒരു കൗതുകരമായിട്ട് കാര്യമായിട്ട് തോന്നുന്നത്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് നമ്മൾ പറയുമ്പം നമ്മൾ പറഞ്ഞ് തുടങ്ങിയ ഇതിനകത്ത് വരുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടും കൂടെ എനിക്ക് തോന്നുന്നു സർജറി അത് കുറേ കൂടെ പ്രധാനമായിട്ടുള്ള കുറേ കൂടെ ആളുകൾക്ക് താല്പര്യമുള്ളൊരു, അതായത് നമുക്ക് തീരെ ധാരണയില്ലാത്തൊരു കാര്യം കൂടാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വരുന്നത്? സിമ്പിളായിട്ടൊന്ന് പറയാൻ പറ്റും? നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് വരുന്ന ട്രാൻസ്ഫോമറാണ്. അതായത് പീപ്പിൾ വോണ്ട് ടു ചേഞ്ച് ഫ്രം മെയിൽ ടു ഫീമെയിൽ സെക്സ്. ഓക്കെ, മെയിൽ ടു ഫീമെയിൽ സെക്സ് ചെയ്യുന്ന സമയത്ത് 3 ആയിട്ടാണ് പ്രധാനമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ടോപ്പ് ടു ബോട്ടം നോക്കാൻ വെച്ചാൽ ഫേഷ്യൽ ഫെമിനൈസേഷൻ,
ഓക്കെ. ഓക്കെ. സെക്കൻഡ് ടോപ്പ് സർജറി, അതായത് ബ്രസ്റ്റിൻ്റെ ഓഗ്മെൻറ്റേഷൻ. തേർഡ് എന്ന് വെച്ചാൽ നമ്മൾ മെയിൽ പീനസ് മാറ്റി, പീനസ് ക്രോട്ടം ടെസ്റ്റസ് മാറ്റിയിട്ട് അത് ഫീമെയിൽ ക്ലൈറ്റോറിസ്, ഷോർട്ടൻഡ് യൂറേത്ര ആൻഡ് വെജൈന ക്രിയേഷൻ, വെജൈനോപ്ലാസ്റ്റി, ഈ സാധനമാണ്. പിന്നെ വെജൈനോപ്ലാസ്റ്റി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലേബിയോപ്ലാസ്റ്റി, അതായത് ലേബിയ മൈനോറ, ലേബിയ മെജോറ, അങ്ങനത്തെ സാധനങ്ങൾ കൂടി നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് ഒരു സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഓരോ സാധനത്തിനും ഓരോ എഡീഷണൽ സാധനങ്ങളുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഫേഷ്യൽ ഫെമിനൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, ടോപ്പ് സർജറിയും ബോട്ടം സർജറിയും കഴിഞ്ഞു, പേഷ്യൻറ്റ് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ പേഷ്യൻ്റ് നടന്നു പോകുന്ന സമയത്ത് പല ആൾക്കാരും, പേഷ്യൻ്റ് ഒരിക്കലും പറയാൻ പറ്റില്ല, ആ വ്യക്തി നടന്നു പോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മൾ ഇത് ട്രാൻസ് പേഴ്സൺ ആണോ എന്നൊരു സംശയം മനസ്സിലോട്ട് വരാം. അതെന്താ അങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാൽ കുറച്ച് ഈ നമ്മളുടെ ബ്രെയിൻ ചില സാധനങ്ങൾ കണ്ടു എന്ന് വെച്ചാൽ യൂസ് ദാറ്റ് ടു ഐഡൻറ്റിഫൈ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ആസ് എ മെയിൽ ഓർ എ ഫീമെയിൽ. അപ്പോൾ അതിനകത്ത് മെയിലും ഫീമെയിലിൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിനകത്ത് ഫോർഹെഡിലാവുമ്പോൾ ഈ പുരികത്തിൻ്റെ ജസ്റ്റ് മേളിൽ കുറച്ചൊരു വീർത്തിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഫീമെയിൽസിന് കുറച്ചും കൂടി ഫ്ലാറ്റർ ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. മെയിൽസിന് ഇവിടെ ഫ്രണ്ടൽ ബോസിംഗ് എന്ന് പറഞ്ഞ സാധനം, ഇവിടെ ചെറിയൊരു മുഴമാരി ഉണ്ടാവും. ഫീമെയിൽസിന് അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ യൂഷ്വലി അത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, പിന്നെ മെയിൽസിൻ്റെ ഹെയർ ലൈൻ ഭയങ്കര ബാക്കിലായിരിക്കും, ഫീമെയിൽസിൻ്റെ ഹെയർ ലൈൻ കുറച്ചുകൂടി ഫ്രണ്ടിലായിരിക്കും. പ്ലസ് ഈ ഇങ്ങനെ ബാക്കിലോട്ട് കയറിപ്പോലെ നേരെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് വരുന്നത്. അപ്പോൾ ഹെയർ ലൈനിൻ്റെ പൊസിഷൻ കറക്ഷൻ, ഇതെല്ലാം നമ്മൾ കോമൺലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹെയർ ലൈനിൽ കൂടെ ഒരു ഇൻസിഷൻ വിട്ട് ഇത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ഈ ബോണിനെ നമ്മൾ സൈസ് കുറയ്ക്കും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഫേസ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയല്ല ഇത്. ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇത് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഫുള്ളി റീകൺസ്ട്രക്ട് ചെയ്യണം. ഇറ്റ് ഈസ് എ റീകൺസ്ട്രക്റ്റീവ്, ഇറ്റ് ഈസ് നോട്ട് എ കോസ്മെറ്റിക് സർജറി, ഇറ്റ് ഈസ് എ റീകൺസ്ട്രക്റ്റീവ് സർജറി. അതായത് ഒരു വലിയ സർജറി തന്നെയാണ്, മേജർ സർജറി പോലത്തെ സംഭവം തന്നെയാണ് അല്ലേ റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയുമ്പോൾ. അതെ. അതായത് ഇപ്പം ബോൺസിന്റെ ഷേപ്പ് മാറ്റുക, അല്ലെങ്കിൽ ബോൺസിന്റെ ഷേപ്പ് മാറ്റണം. അതിന്റെ കൂടെ ചില സമയത്ത് നമ്മൾ ഈ കണ്ണുണ്ടല്ലോ, കണ്ണിന്റെ ഇവിടുത്തെ ഈ ബോണിന്റെ സൈസ് കുറച്ച് കൂട്ടും. അത് കൂട്ടുന്ന സമയത്ത് എന്ത് വരും, നമ്മൾ ഇതിൻ്റെ കൂടെ ബ്രോ ലിഫ്റ്റും കൂടി ചെയ്യും. ഐബ്രോസും കൂടി ഇങ്ങനെ, ഇപ്പം ആവുന്ന സമയത്ത് സ്ട്രൈറ്റ് അല്ലേ, ഇതിനെ കുറച്ച് മേളിലോട്ടാക്കണ്ടേ, അപ്പോൾ അതനുസരിച്ച് ഇത് കുറച്ചുകൂടി മേളിലോട്ടാക്കി അവിടെ വെക്കും. ആൻഡ് കണ്ണ് കുറച്ചുകൂടി ഭംഗിയാക്കാം. ഇതിപ്പോൾ നമുക്ക് സർജറി ചെയ്യില്ല, അപ്പോൾ നമുക്ക് കണ്ണ് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ബോണിൻ്റെ സൈസ് കുറച്ച് എടുത്ത് കളയും, സോ ദാറ്റ് ഇത് കുറച്ചുകൂടി ഒന്ന് തുറന്നിരിക്കാൻ വേണ്ടി. സോ ഇറ്റ് ലുക്ക് മോർ നാച്ചുറൽ, മോർ ബ്യൂട്ടിഫുൾ. അത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫോർ ഹെഡിൽ അത് ചെയ്യും. മൂക്ക് എപ്പോഴും മൂക്കിൻ്റെ സൈസ് നമ്മൾ കുറയ്ക്കും, മൂക്കിൻ്റെ വീതി കുറയ്ക്കും, ഇവിടുത്തെ വീതി കുറയ്ക്കും, ഹൈറ്റ് കുറയ്ക്കും. ഓക്കെ. ചീക്സ് ആണെന്ന് വെച്ചാൽ ചീക്സ് കുറച്ചുകൂടി ലിഫ്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇംപ്ലാന്റ്സ് വെക്കും, ചീക്ക് ഇംപ്ലാന്റ്സ് 2 സ്ഥലത്തും വെച്ച് വെച്ചാൽ ലിഫ്റ്റഡ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വായുടെ കൂടെയാണ് അത് ചെയ്യുന്നുണ്ടാവുന്നത്. പിന്നെ നമ്മൾ ലിപ്പ്, പല ആൾക്കാർക്കും സ്ത്രീകൾക്ക് കുറച്ചുകൂടി ലിപ്പ് നന്നായിട്ടൊന്ന് തുറന്നിരിക്കുന്നതായിരിക്കും. അപ്പോൾ മൂക്കിൻ്റെ ഇടയിൽ ചെറിയ ഇൻസിഷൻ ഇട്ടിട്ട് ലിപ്പ് ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ലിപ്പിനെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, അത് ചെയ്യും. പിന്നെ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ ഫോർഹെഡ് കഴിഞ്ഞിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം ജോ ലൈനാണ്. ഇവിടെ ആണുങ്ങൾക്ക് പുറത്തോട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ബോക്സി ജോ ആയിരിക്കും. അത് മാറി ഇറ്റ് ഹാസ് ടു ബി ഒരു എലിപ്റ്റിക്കലായിരിക്കണം. അപ്പോൾ നമ്മൾ വായുടെ അകത്ത് കൂടെ ഇവിടുത്തെ ഈ എല്ലിനെ നമ്മൾ ഇങ്ങനെ കട്ടി 2 സൈഡിലും ആ ഒരു പീസ് ഓഫ് എല്ലെടുത്ത് മാറ്റും. മൊത്തം എല്ലിൻ്റെ ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. എല്ലാ ആൾക്കാരും അത് പ്രിഫർ ചെയ്യില്ല, ബട്ട് ഇത് വേണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ ഇത് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ക്ലയൻറ്റിനോട്, അതായത് ക്ലയൻറ്റിനോട് നമ്മളിതൊക്കെ ആദ്യമേ മുൻകൂട്ടി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അവർ പ്രിഫർ ചെയ്യുന്ന ഒരു ഷേപ്പ്, അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാറുണ്ടോ? പിന്നെ അവർ പ്രിഫർ ചെയ്യുന്നില്ല, അവരുടെ ബോഡിയല്ല, അവരുടെ പ്രിഫറൻസിൽ നമ്മൾ കൊടുക്കേണ്ടത്. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ താടിയുടെ ഷേപ്പ് മാറ്റുന്നു, അപ്പം അല്ലെങ്കിൽ വായ കുറച്ചിങ്ങനെ അകത്തേക്ക് പോകും, അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കറിയാവുന്ന പോലെ ചോദിക്കാം. അപ്പം അങ്ങനെ നമുക്ക് 1-2 ഓപ്ഷൻസ് ഒക്കെ അതിൽ കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും അവരതിൽ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് എസ്പെഷ്യലി നമ്മുടെ ജോയിന്റെ ഇതുണ്ടല്ലോ. ഇപ്പം ഞാൻ ഇത് പറഞ്ഞില്ലേ, അതുമാതിരി തന്നെ ഈ ആണുങ്ങൾക്ക് ഇത് കുറച്ച് വൈഡ് ആയിരിക്കും, അത് നാരോ ആക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ അത് കട്ട് ചെയ്ത് സെൻറ്ററിൽ ഒരു ചെറിയ പോർഷൻ എടുത്ത് ഇവനെ ഫുൾ ഇങ്ങോട്ടാക്കും. ഇതിൻ്റെ കൂടുതൽ ബോണ്. അപ്പം അത് കുറച്ച് സെൻട്രലാക്കി ബിക്കം മോർ ഷാർപ്പർ ആയിരിക്കും. ചില ആൾക്കാർ ദേ വാണ്ട് ഇറ്റ് മോർ, ഈ ഇപ്പോൾ കൊറിയൻ ഫേസ് മാതിരി കുറച്ച് താഴ്ത്തുണ്ട്, ദെൻ യു കെൻ ആക്ച്വലി ആഡ് സംതിങ് ഹിയർ, സോ ഇറ്റ് ലുക്ക് മോർ ഒരു വി മാതിരി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഫേസ് മാത്രം ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ, ഞാൻ ചെയ്യുന്നത് അതൊക്കെ ഒരു 1 ഡേ പ്രൊസീജിയറാണ്. ഇറ്റ് ടേക്ക് അറൗണ്ട്, നന്നായി ചെയ്യണമെന്ന് വെച്ചാൽ ടേക്ക് അറൗണ്ട് 6 hours. എന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു റിസൾട്ട് കാണുക? ഇമീഡിയറ്റ്ലി ഓൺ ടേബിൾ. ഈ സർജറി കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ്ലി നമ്മളൊരു സാധനമൊക്കെ ഇടും. അതിനകത്ത് ഒരു ഫേസിൽ ഒരു സാധനം ഉണ്ട്, ഒരു ചിൻ സ്ട്രാപ്പ് ഒക്കെ ഇട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ, എന്താ പറയുക, ചിന്നിന് ഓഗ്മെന്റേഷൻ ഒക്കെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ടേപ്പ് ഒട്ടിക്കുന്നതാണ്. സോ ദാറ്റ് ഇറ്റ് സ്റ്റേസ് ദർ, വീക്കം കുറയ്ക്കാൻ വേണ്ടി. മൂക്ക് ചെയ്യാന്ന് വെച്ചാൽ റൈനോപ്ലാസ്റ്റിയുടെ
അവരുടെ ടേപ്സ് ഒക്കെ ഒട്ടിച്ച് ഇത് ചെയ്യും. ലിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എഗെയിൻ ദസ് എ ഇൻസിഷൻ ദർ, അത് പക്ഷേ ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പോൾ ബട്ട് ഇമ്മീഡിയറ്റ്ലി ഈ സാധനമൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ദേ വിൽ നോ ഇങ്ങനെ ഉണ്ടായിരുന്ന ഫേസ് ഇങ്ങനെ ആയിപ്പോയിന്ന് അപ്പോൾ തന്നെ അവർക്ക് കാണാം. പക്ഷേ വീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വീക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് 3 ആഴ്ച എടുക്കും. നമ്മൾ ആ ടേപ്സ് മാറ്റാൻ വേണ്ടിയിട്ട് 2 ആഴ്ച കഴിയുമ്പോഴാണ് ടേപ്സ്, ഒരു 1 വീക്ക് കഴിയുമ്പോൾ ടേപ്സ് ഒക്കെ എടുത്ത് ഇവിടെ സ്റ്റിച്ചസിൻ്റെ സ്റ്റിച്ചൊക്കെ എടുത്ത് വീണ്ടും ടേപ്സ് അപ്ലൈ ചെയ്യും മൂക്കിൻ്റെ മൂക്കിലത്തെ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഇതൊക്കെ 1 വീക്ക് കഴിയുമ്പോൾ ഈ ടേപ്സ് ഒക്കെ എടുക്കും. ദേ വിൽ ബി ഏബിൾ ടു സീ ദ ഡിഫറൻസ്. 1 വീക്കിൽ ദേ വിൽ സീ ദ ഡിഫറൻസ്. ഒരാഴ്ച മതി അല്ലേ ഒരു മിനിമം ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി. 80% സ്വെല്ലിംഗ് പോകാൻ വേണ്ടി 3 വീക്സ് എടുക്കും. ഫൈനൽ അപ്പിയറൻസ് 6 months. അതുപോലെ ജെൻഡർ അഫർമേഷനിലേക്ക് വരുമ്പോഴും ഇതേപോലെ ഒരുപക്ഷെ ഇതിലും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിക്കുന്നില്ല, ആണെന്ന് എനിക്കറിയാം. അത് ഞാൻ ചോദിക്കുന്നത് അത് എങ്ങനെയാണ് ഒരു നമ്മുടെ ഒരു ക്ലയന്റിനോട് ഇപ്പം അതിനകത്ത് എന്തെങ്കിലും റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ. ഫസ്റ്റ് ജെൻഡർ അഫർമേഷൻ സർജറീസ് ആർ വെരി റിസ്കി സർജറീസ്. ഓക്കെ, എത്ര വർഷങ്ങളായാലും നമ്മൾ റിസ്ക് കുറഞ്ഞു വരുന്നുണ്ടെന്ന് വെച്ചാൽ സിഗ്നിഫിക്കൻ്റ്ലി കുറഞ്ഞൊന്നും വരില്ല. നമ്മൾ മെയിൽ ടു ഫീമെയിൽ ജെൻഡർ അഫർമേഷൻ ചെയ്യുന്ന സമയത്ത് അറൌണ്ട് 25% ഓഫ് പീപ്പിൾ വിൽ ഹാവ് സം പ്രോബ്ലം ഓർ ദ അതർ. യൂഷ്വൽ പ്രോബ്ലം, മെജോറിറ്റി ഓഫ് ദ പ്രോബ്ലംസ് ആർ വൂണ്ട് ഹീലിങ്ങിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ദറ്റ് വിൽ ബി ദർ. ചില ആൾക്കാർക്ക് പിന്നെ യൂറിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം, അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ വെച്ചാൽ ആ യൂറിൻ്റെ ഒരു പ്രോബ്ലം ഒന്നും ഒരിക്കലും വരില്ല. സെൻസേഷൻ ചിലപ്പോൾ കുറച്ച് കമ്മി ഉണ്ടായിരിക്കും, ക്ലൈറ്റോറൽ സെൻസേഷൻ കുറച്ച് കുറയാം, വെജൈന ആവശ്യത്തിന് ഡെപ്ത് ഉണ്ടാവില്ല. അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമ്മളെന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഇവർ ഒരു എവറി ഡേ 3 times a day they will have to do dilatation. പക്ഷെ അവർ തിരിച്ച് ജോലിക്ക് പോകാൻ ചെയ്യും 3 times എങ്ങനെ ചെയ്യാൻ പറ്റും? ഉച്ചയ്ക്ക് ചെയ്യാൻ പറ്റും. പകൽ ജോലിയാണെന്ന് വെച്ചാൽ രാവിലെയും ചെയ്യാം, തിരിച്ച് വന്ന് ചെയ്യാം. പക്ഷെ ഉച്ചയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാ ആൾക്കാർക്കും അത് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ വരാം. ബട്ട് ട്രാൻസ് മെൻ, അതായത് ഫീമെയിൽ ടു മെയിലിനാണ് 75% കോംപ്ലിക്കേഷൻ റേറ്റ്സ് ഉണ്ട്. ആ മൂത്രത്തിൻ്റെ അവിടെ ഒന്നുകിൽ സ്ട്രിക്ചർ വരാം, അല്ലെങ്കിൽ ലീക്ക് വരാം, അങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻസ് കുറച്ചും കൂടി കൂടുതലാണ്. ബട്ട് ഹാവിങ് സെഡ് ദറ്റ്, സി ഇറ്റ് ഇസ് എ ടീം വർക്ക്. ഇത് ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഹിയർ ദ ടീം ഇസ് ദ ഫാമിലി ഓഫ് ദ പേഷ്യൻ, ഓഫ് ദ പേഴ്സൺ, the doctor and the team of the docs all together is forming a team. So that is how you try to make the experience or a memorable experience. See, നമ്മൾക്കൊരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു സംതൃപ്തിയാണ് ഒരു ട്രാൻസ് പേഴ്സണെ സംബന്ധിച്ചോളം അവരുടെ ജെൻഡർ അഫർമേഷൻ പ്രോസസ്സിൽ മനസ്സിലായി അവരുടെ ഒരു പുതിയ ജീവനാണ്. അപ്പോൾ we know that these are difficult surgeries. We know that there are a lot of complications associated with these surgeries. But at the same time, അവരുടെ ലൈഫിന് അത് എസെൻഷ്യൽ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ all of us are coming together trying to help them to achieve what they want to achieve. മനസ്സിലായി. ഇപ്പോൾ ഈ സെക്ഷൽ ലൈഫിലും ഈ പറഞ്ഞ പോലെ ഇത്തരം സർജറികളൊക്കെ ചെയ്തുകൊണ്ട് സെക്ഷൽ ലൈഫിൽ നോർമൽ ആൾക്കാരുടെ പോലത്തെ ആ രീതിക്കുള്ളൊരു സെക്ഷൽ ലൈഫ് നമുക്ക്. ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു കറക്റ്റ് യു. എവ്രിവൺ ഇസ് നോർമൽ. ഓക്കെ, ദർ ഇസ് നോ നോർമൽ പേഴ്സൺ. നോർമൽ പേഴ്സൺ അല്ലല്ലോ, നോർമൽ പേഴ്സൺ എന്ന് വെച്ചാൽ ദർ ഇസ് സിസ് പേഴ്സൺസ് ആൻഡ് ട്രാൻസ് പേഴ്സൺസ്. സിസ് പേഴ്സൺ എന്ന് വെച്ചാൽ അവരുടെ ജനിച്ച സമയത്തുള്ള എക്സ്റ്റേണൽ സെക്സ് ഓർഗൻസും അവരുടെ മനസ്സിലുള്ള അവരുടെ ജെൻഡറും സെയിം ആണ്. അതാണ് സിസ് പേഴ്സൺ. ഓക്കെ, ട്രാൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ അവരുടെ ബോഡി is like how nature has created, their mind is like how nature should have created. Both are same. പക്ഷേ ഇത് രണ്ടും മാച്ച് ചെയ്യുന്നില്ല. അവരും ട്രാൻസ് പീപ്പിൾ ആർ ഓൾസോ നോർമൽ പീപ്പിൾ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ജെൻഡർ ആൻഡ് ദിയർ സെക്സ് ഡു നോട്ട് മാച്ച്. അതാണ് എൻ്റെ ഇത്. പക്ഷേ നൗ ദ ക്വസ്റ്റ്യൻ ഇസ് വെദർ ദേ ക്യാൻ ഹാവ് എ സെക്ഷുവൽ ലൈഫ്. അത് പറയാൻ ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഫീലിങ്സ് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? നമുക്കത് പറയാൻ പറ്റും. എനിക്ക് ഒരു ഫീലിംഗ് ഉണ്ട്, ഇന്ന ആൾക്ക് ഫീലിംഗ് ഉണ്ടോ ഇല്ലെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. സോ ആ ഒരു ആൻസർ എനിക്ക് അറിയില്ല സത്യം പറയുകയാണെന്ന് ചോദിച്ചാൽ. പക്ഷേ ഒരു ട്രാൻസ് പേഴ്സണെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും they are able to identify their body with their mind. So it is a big thing for them. For them other things are least important. സിമ്പിൾ ഞാനൊരു ഇത് പറയാം, ഒരു എക്സാമ്പിൾ പറയാം. ട്രാജിക് എക്സാമ്പിൾ. വി സീ ലോട്ട് ഓഫ് പീപ്പിൾ ഗോയിങ് ഫോർ ജെൻഡർ അഫർമേഷൻ സർജറീസ്. അപ്പോൾ അവർ ട്രാൻസ് വിമൺ അവരുടെ ലിംഗത്തിനെടുത്ത് മാറ്റുന്നു, സ്ക്രോട്ടം, ടെസ്റ്റിസ് ഇതെല്ലാം എടുത്ത് മാറ്റുന്നു.
ഇതെല്ലാം ചെയ്ത് ഏതെങ്കിലും ക്വാക്സിൻ്റെ അടുത്ത് പോയിട്ടായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുന്നത്. എന്നിട്ട് ഫൈനലി എന്ത് പറ്റുന്നത് വെച്ചാൽ അവർക്ക് മൂത്രം ഒഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് എല്ലാ ദിവസവും സൂചി വെച്ചിട്ട് കുത്തിയിട്ടായിരിക്കും മൂത്രം പോകുന്നത്. അത്രയും ഹൊറബിൾ ലൈഫായിരിക്കും ആൾക്കാർ ഉണ്ട്. ബട്ട് സ്റ്റിൽ ദേ വോണ്ട് ടു ഗെറ്റ് ഇറ്റ് ഡൺ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെയുള്ള ആൾക്കാർ അതർ പേഴ്സൺ വിൽ ഗോ ടു ദ സെയിം പേഴ്സൺ ഗെറ്റ് ഇറ്റ് ഡൺ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയാണ് ജെൻഡർ ഡിസ്ഫോറിയ. അത്രയും ദേ ഹേറ്റ് ദിയർ ബോഡി. നമ്മൾ പുറമേ നിന്ന് കാണുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളും അല്ല ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും കൂടെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതിൽ കുറേ കൂടെ വ്യക്തമായിട്ട് മനസ്സിലായത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ കുറേ കൂടെ ധാരണ പൊതുജനത്തിന് വരാനുണ്ട്. ഞാൻ അടക്കമുള്ള ആളുകൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ആണ് ഇതിൽ വേണ്ടിയത്, കൂടുതൽ അവയർനെസ്സും അല്ലേ. അത് ഇതുപോലെയൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് തന്നെ പ്രതീക്ഷിക്കാം. അല്ലാതെ വേറെ തൽക്കാലം ഓപ്ഷൻസ് ഇല്ല. ഇല്ല, നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഇന്ന് പേപ്പറിൽ ഓരോരോ പുതിയ സാധനം. ഇപ്പോൾ കുസാറ്റിൽ അവർ ട്രാൻസ് പീപ്പിളിന് വേണ്ടിയിട്ട് ഹോസ്റ്റൽസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. സോ ഇറ്റ് വിൽ നോട്ട് ചേഞ്ച് വിൽ നോട്ട് കം ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ചേഞ്ച് വിൽ ഇവോൾവ് ആൻഡ് ഇറ്റ് ഈസ് ഇവോൾവിങ് ആൻഡ് ഇറ്റ് വിൽ ഇവോൾവ്. ആൻഡ് നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ കേരള ഇസ് ദ ഫോർ ഫ്രണ്ട് ഓഫ് ജെൻഡർ റിഫർമേഷൻ. നമ്മൾ കുറേ കൂടി ട്രാൻസ് കമ്മ്യൂണിറ്റീനെ നമ്മൾ ഒപ്പം തന്നെ ചേർത്ത് വെച്ചിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മൾ. സോ അത് നമുക്ക് അഭിമാനിക്കാം, ഓരോ മലയാളിക്കും അഭിമാനിക്കാം. അങ്ങനെ തന്നെ ഇനിയും ഇവോൾവ് ചെയ്ത് വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കുകയും കൂടെ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം സൗന്ദര്യവും അതുപോലെ എനിക്ക് തോന്നുന്നു ധാരണകളും, മനസ്സിൻ്റെ ധാരണകളെല്ലാം കുറേ കൂടെ വൃത്തിയായിട്ടും തെളിച്ചുള്ളതൊക്കെ ആയിട്ട് വരാൻ ഡോക്ടറെ മാതിരിയുള്ള ആൾക്കാരും നമുക്ക് ഇങ്ങനെ ഇത് ആളുകളിലേക്ക് എത്തിക്കുന്ന വഴി ഞങ്ങൾക്കൊക്കെ ഒരു പാർട്ടാൻ സാധിച്ചത് നമുക്കും വലിയ സന്തോഷമുള്ളതായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സെഷനിൽ പങ്കെടുത്തതിന് താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ.